വിശദമായ വാർത്തകളിലേക്ക്. ലയണൽ മെസ്സി കേരളത്തിലെത്തുമെന്ന പേരിൽ കലൂർ സ്റ്റേഡിയത്തിൽ നടത്തുന്ന നവീകരണത്തിൽ ചോദ്യങ്ങളുമായി ഹൈബി ഈഡൻ MP GCDAക്ക് കത്ത് നൽകി. 8 ചോദ്യങ്ങളടങ്ങുന്ന കത്താണ് നൽകിയിരിക്കുന്നത്. ICL മത്സരങ്ങൾക്ക് സ്റ്റേഡിയം സജ്ജമോ എന്നും പ്രോട്ടോകോൾ പാലിക്കാതെയാണ് മെസ്സിയെ എത്തിക്കാൻ ശ്രമിച്ചതെന്നും നിബന്ധനകളൊന്നും കമ്പനി പാലിച്ചിട്ടില്ലെന്നും മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം വ്യക്തമാക്കി. എന്ത് സ്പോർട്സ് എക്സ്പെർട്ടീസാണ്, എന്ത് പ്രാഗൽഭ്യമാണ് ഈ കമ്പനികൾക്ക് ഈ നിർമ്മാണ പദ്ധതികൾ നടത്താനുള്ളത്? ഇപ്പോൾ മെസ്സി വരുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഇനി സ്റ്റേഡിയത്തിൽ അടുത്തതായി നടക്കാൻ പോകുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ? അവിടുത്തെ മരങ്ങൾ മുഴുവൻ മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരു റോട്ടിലുള്ള ഒരു മരം മുറിക്കണമെങ്കിൽ ഒരു 100 ടെക്നിക്കൽ കമ്മിറ്റീസിന്റെ ട്രീ കട്ടിംഗ് കമ്മിറ്റിയുടെ പെർമിഷൻ വേണം. അതിനുവേണ്ടി ഒരു കമ്മിറ്റി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ട്. അത് എവിടെ മരം മുറിക്കുന്നതാണെങ്കിലും, പ്രത്യേകിച്ചൊരു ഒരു ഗവൺമെന്റിന്റെ ഒരു പ്രോപ്പർട്ടിയിലെ ഒരു മരമാണെങ്കിൽ അതിന് ഒരുപാട് നിബന്ധനകളും നിയമാവലികളും ഉണ്ട്. ഇതെല്ലാം പാലിച്ചിട്ടാണോ ഈ നിർമ്മാണ പദ്ധതികൾ നടക്കുന്നത്? അപ്പോൾ നാളെ ഒരു സ്പോൺസർ വരികയാണ്. നാളെ ഒരു സ്പോൺസർ വന്നിട്ട് പറയാണ്, ഞാൻ 100 കോടി രൂപ ഈ സ്റ്റേഡിയത്തിൽ മുടക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ സ്റ്റേഡിയം പൊളിച്ചു പണിയാനുള്ള അവകാശമുണ്ടോ? അവിടുത്തെ കച്ചവടക്കാരോട് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് 1 മാസം നിങ്ങൾ കട അടച്ചിടണം. ആ 1 മാസത്തെ റെന്റ് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് തരും, അല്ലെങ്കിൽ 1 മാസത്തെ മറ്റ് നീക്കുപോക്കുകൾ ഞങ്ങൾ ഉണ്ടാക്കും. അത് വിശ്വസിച്ച് കടക്കാർ കട അടക്കാൻ തയ്യാറായി. പല ആൾക്കാരും കട അടച്ചു തുടങ്ങി. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ കലൂർ ജവഹർലാൽ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ അർജന്റീനിയൻ ഫുട്ബോൾ ടീമും മെസ്സിയും വരുന്നതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ചർച്ചകൾ എന്നുള്ളത്, കരാറുകൾ എന്നുള്ളത്, ഫിനാൻഷ്യൽ അറേഞ്ച്മെന്റ്സ് എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാൻ താല്പര്യമുണ്ട്. കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന്റെ ഭാവി പോലും വലിയ ചോദ്യചിഹ്നമായി നിലനിൽക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ക്രിക്കറ്റ് അപ്രത്യക്ഷമായി, ഫുട്ബോൾ മത്സരമാണ് ഉള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ഒരു ഹോം ഗ്രൗണ്ട് എന്നുള്ള രീതിയിൽ അവരുടെ റെന്റാണ് GCയുടെ ഏറ്റവും വലിയ വരുമാനം. ആ കേരള ബ്ലാസ്റ്റേഴ്സ് പോലും കൊച്ചി വിട്ടു പോകുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ്. അപ്പൊ സ്റ്റേഡിയം അനിശ്ചിതത്വത്തിലാവുമ്പോൾ ഇനിയുള്ള ലീഗ് മാച്ചുകൾ എങ്ങനെ നടക്കും? അതുപോലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഒരുപക്ഷെ സ്പോർട്സുമായി അസോസിയേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് നിരവധി ആശങ്കകളും ചോദ്യങ്ങളുമുണ്ട്. അത് തുറന്നു പറയാൻ ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റി തയ്യാറാകണം. നമുക്കറിയാം, ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റി നടത്തിയ ഒരു പരിപാടി, ആ സ്റ്റേജിന്റെ നിർമ്മാണത്തിലുണ്ടായ അപാകത കൊണ്ട് ആ നിയോജക മണ്ഡലത്തിലെ MLAക്ക് ഉണ്ടായ ഗുരുതരമായ, അവരുടെ ജീവൻ പോലും നഷ്ടപ്പെട്ടു പോകാവുന്ന തരത്തിൽ അവരൊരു സ്റ്റേജിൽ നിന്ന് നിലത്തേക്ക് വീണത് നമ്മൾക്കറിയാം. അതുപോലും ചെക്ക് ചെയ്യാൻ സാങ്കേതിക വൈദഗ്ധ്യമില്ലാത്ത ആളുകൾ ആരുടെ മേൽനോട്ടത്തിലാണ് ഈ കരാറ് പണികൾ നടപ്പാക്കുന്നത് എന്ന് പൊതുസമൂഹത്തോട് വ്യക്തമാക്കാൻ തയ്യാറാകണം. ഇതിലൊരു ഷെയ്ഡി ഫിനാൻഷ്യൽ ഡീല് നടന്നിട്ടുണ്ട്. ഗവൺമെന്റിന്റെ അറിവോടുകൂടിയാണോ, കായിക മന്ത്രിയുടെ അറിവോടുകൂടിയാണോ, മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണോ? ഞാൻ പറഞ്ഞല്ലോ, സ്റ്റേഡിയം നിർമ്മിച്ചത് ഇച്ഛാശക്തിയുള്ള ഒരു മുഖ്യമന്ത്രി, കേരളം ഭരിക്കുന്ന കരുണാകരൻ കേരളം ഭരിക്കുമ്പോൾ ജോസഫ് തോമസ് IPS പോലെ DGP ആയിട്ട് റിട്ടയർ ചെയ്ത ഒരാൾ അതിന്റെ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ടാണ്. അപ്പൊ ഇപ്പോ ആ സ്റ്റേഡിയം, കേരളത്തിലെ ആദ്യത്തെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന്റെ ഭാവി അവതാളത്തിലായിരിക്കുകയാണ്. എന്താണ് തുടർ നടപടികൾ എന്നുള്ളത്, എന്താണ് മാസ്റ്റർ പ്ലാൻ എന്നുള്ളത് ഇവർ വ്യക്തമാക്കാൻ തയ്യാറാവണം. ഇപ്പോൾ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ജോയ് നായർ ചേർന്നു. ജോയ്, ഇപ്പോൾ ഹൈബി ഈഡൻ MP സൂചിപ്പിച്ചതുപോലെ യാതൊരുവിധ പഠനങ്ങളും അല്ലെങ്കിൽ യാതൊരുവിധ ചർച്ചകളും ഒന്നും നടക്കാതെ ലയണൽ മെസ്സിയുടെ അല്ലെങ്കിൽ അർജന്റീനയുടെ പേരിൽ വൻ സാമ്പത്തിക അഴിമതിക്ക് സർക്കാർ കൂട്ടുനിൽക്കുകയല്ലേ? തീർച്ചയായും മേഘദാസ്, ഇപ്പോൾ ഹൈബി ഈഡൻ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഈ സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട് വലിയ ദുരൂഹതകൾ നിലനിൽക്കുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കറിയാം,
നവംബറിൽ മെസ്സി വരുമെന്ന് പറഞ്ഞു, നവംബറിൽ വരില്ല. മാർച്ചിൽ വരുമെന്നുള്ളൊരു പ്രചരണം നടത്തുന്നു, മാർച്ചിലും വരാനുള്ളൊരു സാധ്യത തീരെ കുറവ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലും കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഏറ്റവും പ്രധാനം ആ സ്റ്റേഡിയത്തിലേക്ക് പോകുന്ന നടപ്പാത, അതുപോലെ തന്നെ വഴിയരികിലുള്ള മരങ്ങൾ, ഇതൊക്കെ മുറിച്ചു മാറ്റി ഈ അവിടെ മണ്ണ് കുന്നുകൂടിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അവിടെ സാധാരണഗതിയിൽ രാവിലെ പ്രഭാത സവാരിക്കൊക്കെ നിരവധി പേർ വരുന്നു. അവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ആ സ്റ്റേഡിയം പരിസരമാകെ വൃത്തികേടാക്കി മാറ്റിയിട്ടിട്ട് ഇപ്പോൾ ഈ മത്സരം നടക്കില്ല എന്ന് ഏകദേശം ഉറപ്പായ സാഹചര്യത്തിൽ ഇതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് സ്പോൺസർ, റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗിൻ്റെ ചുമതലയുള്ള ആ സ്പോൺസർ പിന്നോട്ട് മാറുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കരാർ തന്നെയാണ്. ഈ സ്റ്റേഡിയം നവീകരണത്തിന് വേണ്ടി 70 കോടിയാണ് ചിലവാക്കാൻ പോകുന്നതെന്ന് വലിയ വായിലാണ് സ്പോൺസർ പറഞ്ഞത്. പിന്നീട് ആ പണികൾ തുടങ്ങുന്ന ഒരു സാഹചര്യവും നമ്മൾ കണ്ടു. കസേര മാറ്റുന്നു, ഫ്ലഡ് ലൈറ്റ് അഴിച്ചു പണിയുന്നു, സ്റ്റേഡിയത്തിന് പുറത്ത് ആ വഴിയിലെല്ലാം വേണ്ട കാര്യങ്ങൾ വരുത്തുന്നു. അങ്ങനെയൊക്കെയുള്ള വലിയ തോതിലുള്ള പണി അങ്ങ് തുടങ്ങുകയായിരുന്നു. പിന്നീട് ഇത് നടക്കില്ല എന്ന് ഉറപ്പായതോടുകൂടി അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നൊരു സാഹചര്യവും ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഈ നവീകരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ ചുരുളഴിയണമെന്ന ആവശ്യം പ്രധാനമായി കോൺഗ്രസിൻ്റെ നേതാക്കൾ ആവശ്യപ്പെടുന്നത്. ഇന്നലെ മുഹമ്മദ് ഷിയാസ് നമ്മോട് തന്നെ യഹി ന്യൂസിനോട് സംസാരിച്ചപ്പോൾ ഇക്കാര്യം തന്നെ കൃത്യമായി ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ ഹൈബി ഈഡൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴും പറയുന്നത് ഈ GCDയുമായുള്ള കരാറിൻ്റെ ദുരൂഹത പുറത്തുവിടണം, അല്ലെങ്കിൽ ഈ ദുരൂഹത എന്താണ് എന്നുള്ളത് വ്യക്തമാകണം എന്നുള്ളതാണ്. അതിന് വേണ്ടത് എന്താണ് GCDയും ഈ സ്പോൺസറും തമ്മിലുള്ള കരാർ എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് GCDയുടെ ചെയർമാൻ ചന്ദ്രപിള്ളയൊക്കെ കഴിഞ്ഞ ദിവസം പറയുന്നത് ഞങ്ങൾ അർജന്റീനയുടെ ഒരു മത്സരത്തിന് വേണ്ടി മാത്രമാണ് ഈ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ വസ്തുത അതല്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കരാറുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരമനുസരിച്ച് ഈ സ്പോൺസർ ഈ സ്റ്റേഡിയം തനിക്ക് സ്വന്തം എന്നുള്ള തലയിൽ തന്നെ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ അർജന്റീനയുടെ മത്സരം കഴിഞ്ഞാലും പിന്നീടും ഈ സ്റ്റേഡിയത്തിൻ്റെ നടത്തിപ്പും അതുപോലെ തന്നെ അതിൻ്റെ ഉത്തരവാദിത്വവും ഒക്കെ തന്നിൽ അർപ്പിതമാണ്, അല്ലെങ്കിൽ ഈ സ്പോൺസറിൽ അർപ്പിതമാണ് എന്ന തരത്തിൽ കാര്യങ്ങൾ വരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സ്പോൺസറുമായി ബന്ധപ്പെട്ട ഈ കരാറിൻ്റെ യഥാർത്ഥ വസ്തുതകൾ എന്തൊക്കെയാണ്. അത് തന്നെയാണ് ഇപ്പോൾ ഹൈബി ഈഡനും ആവശ്യപ്പെട്ടത്. ഇവിടെ ഈ സ്റ്റേഡിയം നമുക്കറിയാം കാലാകാലങ്ങളായി നിരവധി മത്സരങ്ങൾ, അന്താരാഷ്ട്ര മത്സരങ്ങൾ നിരവധി നടന്നിട്ടുണ്ട്. ISL മത്സരത്തിൻ്റെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രധാന തട്ടകമാണ്. പതിനായിരക്കണക്കിന് കാണികൾ ആ സ്റ്റേഡിയത്തിൽ എത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇനിയിപ്പോൾ ISL മത്സരങ്ങൾ വരാൻ സീസൺ തുടങ്ങാൻ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ ഈ ISL മത്സരങ്ങൾ നടത്താൻ എത്രത്തോളം ഇപ്പോഴത്തെ അവിടുത്തെ ഈ മാറ്റങ്ങൾ സജ്ജമാക്കും എന്നുള്ള നിരവധി ചോദ്യങ്ങളുണ്ട്. ഇവിടെ ഏറ്റവും ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് GCDയാണ്. പക്ഷേ GCD ഇപ്പോഴും കൃത്യമായി മറുപടി പറയുന്നില്ല. സർക്കാരിനോട് ഈ ചോദ്യങ്ങൾ കൃത്യമായി ചോദിക്കുന്നു, സർക്കാരും കൃത്യമായി മറുപടി പറയുന്നില്ല. അപ്പോൾ സ്റ്റേഡിയം ആകെ കുളമായി മാറിയിരിക്കുന്ന സാഹചര്യമാണുള്ളത്. നമുക്കറിയാം മരമുറി അടക്കമുള്ള കാര്യങ്ങൾ ചെയ്ത് വിവാദത്തിൽപ്പെട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ കേസ് ഉൾപ്പെടെയുള്ള ഒരു വ്യക്തിയാണ് ഈ സ്പോൺസർ എന്നുള്ളത്. അവിടെ ഈ കലൂർ സ്റ്റേഡിയത്തിൻ്റെ പരിസരത്ത് നിന്ന് മരം മുറിച്ച് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുതന്നെയാണ് അവിടെ ഹൈബി ഈഡൻ നേരത്തെ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഈ മരങ്ങൾ മുറിക്കണമെങ്കിൽ, കാരണം അതൊരു ആരുടെയും സ്വകാര്യ വസ്തുവല്ല, അത് സർക്കാരിൽ അല്ലെങ്കിൽ GCDയിൽ നിക്ഷിപ്തമായ വസ്തുവും പരിസരവും ഒക്കെയാണ്. അവിടെ നിന്ന് ഒരു മരവും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങളോ ഒക്കെ എടുത്ത് മാറ്റണമെങ്കിൽ കൃത്യമായ ആ കാര്യങ്ങളുണ്ട്. അതൊക്കെ പാലിച്ചോ എന്നുള്ളതാണ്. അവിടെ ഉള്ള പല പ്രധാനപ്പെട്ട മരങ്ങളും ഒക്കെ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. അത് ഈ നടപ്പാതയൊക്കെ വൃത്തിയാക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷെ അതെല്ലാം എന്താണ്, ആരുടെ അനുമതിയോടുകൂടിയാണ് ചെയ്തത്, അല്ലെങ്കിൽ ഇത്തരമൊരു അനുമതി ആ കരാറിലുണ്ടോ എന്നൊക്കെയുള്ള പ്രസക്തമായ ചോദ്യങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യം തന്നെയാണുള്ളത്. പക്ഷേ അതിനൊക്കെ കൃത്യമായി മറുപടി വന്നിട്ടില്ല. അത് തന്നെയാണ് ഇപ്പോൾ ഹൈബി ഈഡൻ അടക്കമുള്ളവർ ചോദ്യമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, ഈ കരാർ എന്താണ് എന്നുള്ളത്, ഈ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് നവീകരണം നടത്തിയാൽ അതെങ്ങനെയാണ് ആ സ്റ്റേഡിയത്തിൻ്റെ പിന്നീടുള്ള കാര്യങ്ങൾ എന്നുള്ള കാര്യത്തിലും കൃത്യമായ വിവരങ്ങൾ ഒന്നും പുറത്തു വരുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ സ്പോൺസർ പറഞ്ഞത് നിങ്ങൾ വിവരാവകാശ രേഖ കൊടുക്കുമെന്നുള്ളതാണ്. അതെന്തായാലും കൃത്യമായി ആ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് കരാർ എന്നൊക്കെ ഉള്ള കാര്യം പുറത്തു വരും. പക്ഷേ ഈ GCDയുടെ ചെയർമാൻ ചന്ദ്രപിള്ള പറയുന്ന കാര്യം തന്നെയാണ് പ്രധാനം. ഈ കരാറിൽ അർജന്റീനയ്ക്ക് മാത്രം ആ മത്സരം മാത്രമാണ് ഈ സ്പോൺസർക്ക് ചുമതല കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ GCDയിൽ നിക്ഷേപിക്കും. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങളെന്നാണ് സ്പോൺസറുടെ നിലപാട്. അല്ലെങ്കിൽ അവരുടെ ആവശ്യം ഈ സ്റ്റേഡിയം പിന്നീട് ഈ മത്സരം കഴിഞ്ഞാലും ഈ സ്റ്റേഡിയം ഞങ്ങളുടെ പരിധിയിലേക്ക് വരും എന്നുള്ളൊരു നിലപാടിലാണ് സ്പോൺസർ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ മെസ്സി വരില്ല എന്നുള്ളതും അർജന്റീന വരില്ല എന്നും മനസ്സിലാക്കിയതോടുകൂടി ഇവിടെ ഇപ്പോൾ ഈ മൊത്തത്തിലൊരു അനിശ്ചിതത്വമായി മാറിയിരിക്കുന്നു. ഇപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളും നിലച്ചമട്ടാണ്. അവിടെ മറ്റ് മത്സരങ്ങൾ നടക്കാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കുന്നു. ജനങ്ങൾക്കും അവിടെ കടന്നു ചെല്ലാൻ, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ അടക്കമുള്ളവർക്ക് അവരുടെ നിത്യജോലി ചെയ്യുന്നതിനുള്ള പ്രശ്നങ്ങളും നിലനിൽക്കുന്നു.
ശരി, തീർച്ചയായിട്ടും കായിക പ്രേമികളൊക്കെയും ശ്രീ മുഹമ്മദ് ഷിയാസ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മുഹമ്മദ് ഷിയാസ്, ഇന്നലെ നമ്മൾ ഈ വിഷയം വളരെ ഗൗരവമായി ചർച്ച ചെയ്തതാണ്. ഇന്നിപ്പോൾ അവിടെ MP തന്നെ ഇക്കാര്യം കൃത്യമായി ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടി വന്നു. താങ്കളടക്കം ഇന്നലെ ഇക്കാര്യത്തിൽ കൃത്യമായി ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഈ കാര്യത്തിൽ GCD എന്തെങ്കിലും വ്യക്തത വരുത്തിയതായി താങ്കൾക്ക് അറിയാൻ കഴിയുന്നുണ്ടോ? ഇതിലൊരു വലിയ ഒരു തട്ടിപ്പ് ഈ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുകയല്ലേ? അതിന് ഇവിടുത്തെ സർക്കാരും GCDയും കൃത്യമായ ഉത്തരവാദികളല്ലേ? ഓക്കെ, ഞാൻ അല്പസമയത്തിനകം തന്നെ മുഹമ്മദ് ഷിയാസിലേക്ക് എത്താം. മേഘ, ഈ പറഞ്ഞതുപോലെ ഇന്നലെയും ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉയർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്, ഈ കരാർ തന്നെയാണ്. എന്താണ് ഈ ഇടപാട് എന്നുള്ളതാണ്. നമുക്കറിയാം, മുട്ടിൽ മരമറിയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദത്തിൽ നിൽക്കുന്ന വ്യക്തിയാണ്. ചുരൽമലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. അതുപോലെ മാംഗോ ഫോണുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ വിവാദങ്ങൾക്ക് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ലയണൽ മെസ്സി സ്കാം 2025 അരങ്ങേറിയിരിക്കുന്നത്. ആ സ്കാം എന്താണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ കരാറുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പൊതുജനങ്ങൾക്ക് അറിയണം എന്നുള്ളത് തന്നെയാണ്. കാരണം അറിയാനുള്ള അവകാശം ഉണ്ട് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം, പ്രധാനപ്പെട്ട എറണാകുളത്തെ DCC പ്രസിഡന്റ് ആയാലും അവിടുത്തെ MP ആയാലും ആവശ്യപ്പെടുന്നതും എന്താണ് അവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ എഗ്രിമെൻ്റ്, ഈ സ്പോൺസറും ഈ സ്റ്റേഡിയം തമ്മിലുള്ള എഗ്രിമെൻ്റ് ഏത് തരത്തിലാണ് എന്നുള്ള കാര്യത്തിലുള്ള വ്യക്തത വരണമെന്ന ആവശ്യം തന്നെയാണ് പ്രധാനമായും ഉയർത്തുന്നത്. ആ ആവശ്യത്തിൽ കൃത്യമായൊരു മറുപടി പറയാതെ ഉരുണ്ട് കളിക്കുന്ന ഒരു നിലപാടിലേക്ക് GCDA ചെയർമാനും GCDAയും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ജോയ്, ഇതിപ്പോൾ രാജ്യാന്തര നിലവാരത്തിലുള്ള ഒരു സ്റ്റേഡിയമാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ മെസ്സി അല്ലെങ്കിൽ അർജന്റീന പോലുള്ളൊരു ടീം വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ആവശ്യമായത്. ഇതിൽ ഏകദേശം 125 കോടിയോളം രൂപ ചെലവ് വരുമെന്നും ഇതിലുള്ള വിദഗ്ധർ പറയുന്നുണ്ട്. അതേസമയം 70 കോടി രൂപ മുടക്കിയാണ് ഇത്തരത്തിലൊരു നമ്മുടെ കലൂർ സ്റ്റേഡിയം ഒരു നവീകരണത്തിലേക്ക് കൊണ്ടുപോകുന്നത് പറയുമ്പോൾ തന്നെ അതിൽ തന്നെ ഒരു കപടതയില്ലേ? ജനങ്ങളെയൊക്കെ പറ്റിക്കുക എന്നുള്ള ഒരു ഏർപ്പാടല്ലേ സർക്കാർ ഇപ്പോഴും തുടരുന്നത്? തീർച്ചയായും ഇവിടെ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സ്റ്റേഡിയം നവീകരിച്ചു എന്നതിൻ്റെ പേരിൽ ഈ സ്റ്റേഡിയം സ്വന്തമാക്കി വാടകയ്ക്ക് മറിച്ചു കൊടുക്കാനുള്ളൊരു നീക്കം സ്പോൺസർ നടത്തിയിരുന്നു, അല്ലെങ്കിൽ അത്തരമൊരു ചിന്തയിലേക്ക് പോയിരുന്നു എന്നുള്ളൊരു വിവരമാണ് വരുന്നത്. അതായത് ഈ സ്റ്റേഡിയം ഇപ്പോൾ ഞങ്ങൾ നവീകരിക്കും, മെസ്സിയുടെ വരവ് സംബന്ധിച്ച് ആ മത്സരങ്ങൾ നവംബറിൽ നടക്കും എന്നൊക്കെ പ്രചരിപ്പിച്ച് ആ മത്സരങ്ങൾക്ക് ശേഷം വീണ്ടും ഇത് ഞങ്ങളാണ് നവീകരിച്ചത്, അതിൻ്റെ ചുമതല ഞങ്ങൾക്കാണ്, അങ്ങനെയെങ്കിൽ ഇനിയുള്ള മത്സരങ്ങൾ നടത്താനുള്ള ചുമതല ഞങ്ങൾക്കാണ്. അതായത് ഈ മറ്റ് മത്സരങ്ങൾക്ക് വേണ്ടി ഈ സ്റ്റേഡിയം മറിച്ചു കൊടുത്ത് അതിൽ നിന്ന് കാശുണ്ടാക്കാനുള്ളൊരു ശ്രമം നടന്നിരുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി എന്ന പേരിൽ ഇതിൻ്റെ നടത്തിപ്പ് ഏറ്റെടുക്കാനുള്ള ഒരു നീക്കം നടന്നിരുന്നു എന്നുള്ളൊരു സംശയം ബലപ്പെട്ട് നിൽക്കുന്ന സാഹചര്യം തന്നെയാണുള്ളത്. അതുതന്നെയാണ് ഇപ്പോൾ ഹൈബി-ഈഡൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് വലിയ സംശയം കഴിഞ്ഞ കുറേ നാളുകളായി നടന്നിരുന്നു. പക്ഷേ ഒരുപക്ഷെ ഇതൊക്കെ കൂടുതൽ ശക്തമായി ഉയർന്നു വരാത്തത് ഈ മെസ്സിയുടെ ഈ വരവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരുന്നു. ഇപ്പോൾ DCC പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷിയാസ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മുഹമ്മദ് ഷിയാസ്, കഴിഞ്ഞ ദിവസം കൃത്യമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴും ഇക്കാര്യത്തിൽ കൃത്യമായൊരു വ്യക്തത വരുന്നില്ല. ഇപ്പോഴും ഇതിൻ്റെ കരാറിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ ഈ മരം അടക്കം മുറിച്ചു മാറ്റിയത് ആരെങ്കിലുടെയെങ്കിലും ഉത്തരവാദിത്വത്തിൽ തന്നെയാണോ? അതോ ഈ സ്റ്റേഡിയം നവീകരിച്ചു എന്നതിൻ്റെ പേരിൽ അത് പിന്നീട് സ്വന്തമാക്കി മറ്റ് മത്സരങ്ങൾക്ക് വേണ്ടി മറിച്ചു കൊടുത്ത് ലാഭമുണ്ടാക്കാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നോ ഈ കരാർ എന്നതൊക്കെയുള്ള വലിയ സംശയം നിലനിൽക്കുകയല്ലേ? ഇതിന്റെ പിന്നിലൊരു ദുരൂഹത ഉള്ളത്, ഇത് ഏർപ്പെട്ടിരിക്കുന്ന ആളുകളൊക്കെ ഷെയ്ഡി ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ മുൻകാലങ്ങളിൽ ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ കൊള്ളയടിക്കുക, അതിൽ നിന്ന് പണമുണ്ടാക്കുക, ആളുകളെ ബോധപൂർവം പറ്റിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക, അത്തരത്തിലുള്ള ഷെയ്ഡി ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ശേഖരനാഥന്റെ കാലഘട്ടത്തിൽ വലിയ പ്രാധാന്യത്തോടു കൂടി ലോകോത്തര നിലവാരമുള്ള മാച്ചുകൾ ഇവിടെ നടക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ടാണ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം പണിതത്. ആ സ്റ്റേഡിയം ഇപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലാണ്. ഇത്തരത്തിലുള്ള ആളുകൾ വന്ന് മെസ്സി വരും എന്ന് പറഞ്ഞ് വേറൊരു തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയിട്ട് ആ സ്റ്റേഡിയം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ഒരു ശ്രമമാണ്. അതിന്റെ പേരിൽ അവിടെ മരം വെട്ടി പറഞ്ഞതുപോലെ ചെയറുകളെല്ലാം എടുത്തു മാറ്റി അവിടെ കഴുകി വൃത്തിയാക്കുന്നു,
ഇതൊക്കെ സ്റ്റേഡിയത്തിനകത്തേക്ക് ആരും കയറ്റിവിടുന്നില്ല. പുറത്തുള്ള ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ദീർഘകാലത്തേക്ക് ഇതിന്റെ സ്റ്റേഡിയത്തിന്റെ ഉടമസ്ഥരാകാനുള്ള ശ്രമം സർക്കാരിനെ ഉപയോഗപ്പെടുത്തി ചെയ്യുകയാണ്. അതിന്റെ പേരിൽ സ്പോൺസർ ഈ പറയുന്ന മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഈ സ്പോൺസർമാർ അവർ പലരുടെയും കയ്യിൽ നിന്നൊക്കെ പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ള അറിവുകൾ ഇപ്പൊ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായും അതിന്റെ പിന്നിൽ ഒരു സാമ്പത്തിക താല്പര്യങ്ങളും അതുപോലെ സ്റ്റേഡിയത്തിന്റെ ഉടമസ്ഥാവകാശവും എന്ന് വേണ്ട ഒരു നാടിനെ കൊള്ളയടിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേഡിയമാണ് ജവഹർലാൽ സ്റ്റേഡിയം. അത് കേരളത്തിന്റെ പൊതുസ്വത്താണ്. ആ പൊതുസ്വത്ത് ഈ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ സ്റ്റേഡിയം ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഒരു സുപ്രഭാതത്തിൽ കൈമാറാൻ ഒരു രേഖയുമില്ലാതെ ഒന്നുമില്ലാതെ GCD അതിനെ കുറിച്ച് കൃത്യമായ മറുപടി ഒന്നും പറയുന്നില്ല. എന്ത് അഗ്രിമെന്റ് ആണുള്ളത്, ഏത് രീതിയിലാണ് അത് ചെയ്യുന്നത്, ഇതൊന്നും പറയാതെ എങ്ങനെയാണ്? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇതിനകത്തൊരു വലിയ ദുരൂഹതയുണ്ട്, സാമ്പത്തിക തട്ടിപ്പുണ്ട്, പൊതുമുതൽ കൈവശം ആക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള വഞ്ചന ഇതിനകത്ത് നടന്നിട്ടുണ്ട്. ജനങ്ങളെ കബളിപ്പിക്കുന്ന, ഫുട്ബോൾ പ്രേമികളെ കബളിപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമം ഇതിനകത്ത് നടന്നു. അപ്പൊ കേരളത്തിന് എന്തും നടക്കുമെന്നുള്ളതാണ്. കേരളത്തിൽ ഒരാൾ വിചാരിച്ചാൽ, മുഖ്യമന്ത്രിയും വിചാരിച്ചാൽ ഈ തട്ടിപ്പുകാർക്ക് എന്തും ചെയ്യാം. ഈ അവതാരങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് ശബരിമലയിലും നടന്നത്. ശബരിമലയിലും ഇത്തരത്തിലുള്ള അവതാരങ്ങളായിരുന്നു. അപ്പൊ സർക്കാരിന്റെ അവതാരങ്ങളാണ് ഈ കേരളം മുഴുവൻ ഇന്ന് തട്ടിമുടിക്കുകയും കേരളത്തിന്റെ പൊതുസ്വത്ത് കൊള്ളയടിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്തിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം വേണ്ടേ? ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം വേണം. ഇത് ആരാണ് ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നത്? ഇപ്പൊ പറയുന്നു അടുത്ത വർഷം വരുമെന്നാണ്. അപ്പൊ അടുത്ത വർഷം വരുന്നത് വരെ ഇവർക്ക് യഥേഷ്ടം ഇവിടെ ഈ ഗ്രൗണ്ട് കൈകാര്യം ചെയ്യാനും അത് ഉപയോഗപ്പെടുത്താനും കഴിയാവുന്ന രീതിയിലേക്ക് വരും നാളുകളിൽ ഇനിയിപ്പോ ഏത് സമയത്താണ് മെസ്സി വരുന്നത്? മെസ്സി വരുമെന്ന് പറഞ്ഞ് ഈ ഗ്രൗണ്ട് മുഴുവൻ അടച്ചിടാൻ പറ്റും? എത്ര മാച്ചുകളാണ് നഷ്ടപ്പെട്ടു പോകുന്നത്? അത് മാത്രമല്ല ഇപ്പൊ ISL അവര് പോലും, കേരള ബ്ലാസ്റ്റേഴ്സ് പോലും ഇപ്പൊ അവരുടെ ഗ്രൗണ്ട് അവർ ഉപയോഗപ്പെടുത്തുന്ന മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും അത്തരത്തിലുള്ള കാര്യങ്ങൾ പോലും നടക്കാത്ത അവസ്ഥയിലേക്ക് ഈ ഗ്രൗണ്ട് മാറും. അത് വേറെ പലതരങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കാമെന്നാണ് ഈ ഷെയ്ഡി ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ആളുകൾ വന്ന് അത് ഉദ്ദേശിക്കുന്നത്. അവർക്ക് ഇതിന്റെ ഉടമസ്ഥാവകാശം സ്ഥാപിച്ചു കിട്ടിയാൽ പിന്നെ അവർക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ഓപ്പറേറ്റ് ചെയ്യാലോ. ആ രീതിയിലേക്ക് ഇതിനെ മാറ്റാമെന്നുള്ള അതിനൊരു സർക്കാർ വഴങ്ങിക്കൊടുക്കുന്നു, കായിക വകുപ്പ് മന്ത്രി വഴങ്ങിക്കൊടുക്കുന്നു. മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയുന്നില്ല. അവരോട് തട്ടിക്കയറുകയാണ്, മോശമായി സംസാരിക്കുകയാണ്. ഇതൊക്കെ ഇവിടുത്തെ സംസ്കാരമാണ്. ഇങ്ങനെയാണോ കേരളത്തിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത്? അധികാരത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് പരമാവധി കൊള്ളയടിച്ചുകൊണ്ട് പോവുക, തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് സർക്കാരിന്റെ പൊതു സ്വത്തുകളെല്ലാം എഴുതി കൊടുക്കുക, ഈ രീതിയിലേക്ക് ഇന്ന് സർക്കാർ മാറിയിരിക്കുന്നു. അപ്പൊ കടുംപെട്ടാണ് ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള പ്രതിരോധം അതിശക്തമായി കോൺഗ്രസ് ഉയർത്തും എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ശ്രീ മുഹമ്മദ് ഷിയാസ്, ഒറ്റ കാര്യം കൂടി, അതായത് ഇപ്പോൾ സ്പോൺസർ ഇതുമായി ബന്ധപ്പെട്ട സംശയം താങ്കളടക്കമുള്ളവർ ഉന്നയിക്കുന്നത്. പക്ഷേ ഇവിടെ GCDയെയും സംശയത്തിന്റെ നിഴലിൽ നിൽക്കുകയല്ലേ? GCD ചെയർമാൻ പറയുന്നത് ഈ അർജന്റീനയ്ക്ക് വേണ്ടി മാത്രമാണ്, ഈ ഒരു മത്സരത്തിന് വേണ്ടി മാത്രമാണ് കരാർ എന്നുള്ളതാണ്. അങ്ങനെ അതിൽ ഒതുങ്ങുമോ കാര്യങ്ങൾ? അങ്ങനെ ഒരു മത്സരത്തിന് മാത്രമായിട്ട് എങ്ങനെയാണ് ഒരാൾ 70 കോടി രൂപ ചെലവഴിക്കുന്നത്? എങ്ങനെയാണ്? ഒരു സ്പോൺസർ വന്നിട്ട് പറയാണ് ഞാൻ അർജന്റീന ടീമിനെ കൊണ്ടുവരും, 70 കോടി രൂപ ചെലവ് ചെയ്യും, ഒരു മത്സരത്തിന് വേണ്ടി മാത്രം ഇത് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ഒരു മത്സരം കഴിയുമ്പോൾ ഇത് അവസാനിപ്പിക്കാൻ. അങ്ങനെ ആരാണ് കേരളത്തിൽ 70 കോടി രൂപ കൊടുക്കുക? നിങ്ങൾക്ക് ഇതൊന്നും ജനങ്ങളോട് പറഞ്ഞാൽ വിശ്വസിക്കാവുന്ന ഗുണങ്ങളല്ല ഈ പറയുന്നത്. GCD ചെയർമാന് പോലും ഇതിന്റെ വിവരങ്ങൾ അറിയില്ല. ഒരുപക്ഷെ പാർട്ടി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് പാർട്ടിയുടെ തന്നെ ഒരു നേതാവ് ഒരു GCD എന്ന് പറയുന്ന ഏറ്റവും കൊച്ചിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനത്തിന്റെ അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ പാർട്ടി പറയുന്നത് പ്രവർത്തിക്കുന്നതാണ്. നേരത്തെ ഉമാ തോമസ് അവിടെ ഒരു അപകടമുണ്ടായി. അതിനെക്കുറിച്ച് പിന്നീടുണ്ടായ അന്വേഷണത്തിൽ വെളിപ്പെട്ടത് എന്തൊക്കെയാണ്? കൃത്യമായ എഗ്രിമെന്റുകളില്ല. ആ എഗ്രിമെന്റ് തന്നെ തട്ടിപ്പാണ്. അതിന്റെ എല്ലാം പിന്നിൽ സാമ്പത്തിക ലക്ഷ്യങ്ങളായിരുന്നു. കോടിക്കണക്കിന് രൂപയാണ് അവിടെ വന്ന ഈ 10-25,000-ഓളം വരുന്ന കുട്ടികളിൽ നിന്ന് പോലും പിരിച്ചെടുത്തത്. കോടികൾ പിരിച്ചെടുത്ത് അതിന്റെ പേരിൽ ലാഭമുണ്ടാക്കുന്ന നടപടികൾക്കാണ് അന്നും GCDയെ നേതൃത്വം കൊടുത്തത്. അതിന് ഉമാ തോമസിന്റെ ഒരു അപകടം ഉണ്ടായപ്പോഴാണ് നമ്മളിതെല്ലാം അറിയുന്നത്. യാതൊരു രീതിയിലും ഈ പൊതുമുതൽ സർക്കാർ എങ്ങനെയാണോ ഉപയോഗിക്കാൻ പറഞ്ഞത് അതിന്റെ ചട്ടവും റൂളും എല്ലാം വിട്ടിട്ട് തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന തരത്തിലേക്ക്
CPM-ന്റെ നേതാക്കന്മാർ ഉൾപ്പെട്ട ഈ ഗൂഢസംഘം മാറിയിരിക്കുകയാണ്. പിന്നെ എങ്ങനെ GCDA ചെയർമാന് ഇതിനെക്കുറിച്ച് മറുപടി പറയാൻ കഴിയുന്നത്? അങ്ങനെ ഒരു കരാറുണ്ടെങ്കിലല്ലേ അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിയുള്ളൂ. ഞാൻ അന്വേഷിച്ചിടത്തോളം കൊച്ചിയിലെ മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം മറുപടി പറയാൻ തയ്യാറല്ല. അല്ലെങ്കിൽ GCDA കൗൺസിൽ 3 MLA-മാരുണ്ട്. കഴിഞ്ഞ ദിവസം PV ശ്രീനിജൻ MLA സ്പോർട്സ് കൗൺസിൽ വൈസ് ചെയർമാനാണ്, ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് അറിയില്ല എങ്ങനെയാണ് GCDA ഈ കരാർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അടുത്ത യോഗത്തിൽ ഞങ്ങൾ ഇത് ചോദിക്കും, അല്ലെങ്കിൽ ഞങ്ങളോട് ഇത് വിശദീകരിക്കും എന്നുള്ളതാണ് അവര് പോലും പറയുന്നത്. അപ്പൊ അവരെ പോലും MLA-മാരായിട്ടുള്ള GCDA-യുടെ കൗൺസിലിലുള്ള ആളുകളെ പോലും ഇരുട്ടിൽ നിർത്തിയിട്ടാണ് ഈ നടപടികൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ പാർട്ടിയുടെ ഉത്തരവാദിത്വത്തിൽ സർക്കാർ തീരുമാനിക്കുന്നത് പോലെ എന്തും ചെയ്യാമെന്ന്, പൊതുമുതൽ എന്തും ചെയ്യാമെന്നുള്ള നടപടിയാണ് ഇന്ന് GCDA-യുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. ഇതൊക്കെ ഒരു അന്വേഷണ പരിധിയിൽ വരണം. കാരണം ഇത് മുൻകാലങ്ങളിലും ഇതുപോലെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി GCDA ഇതുപോലെ കൊടുത്തിട്ട് അത് കൃത്യമായി അതിന്റെ പണം പോലും GCDA വാങ്ങുന്നില്ല എന്നുള്ളതാണ്. പാർട്ടിക്കാർക്ക് എങ്ങനെയും എന്തും നടത്താം, ഏത് രീതിയിലും ഇത് ഉപയോഗപ്പെടുത്താം എന്നുള്ള രീതിയിലേക്ക് അവർക്കൊരു കറവ പശുവാക്കി ഉപയോഗിക്കാൻ GCDA അങ്ങനെ ഉപയോഗിക്കാൻ കഴിയുമോ? അത് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പൊ അതിനെതിരായിട്ടുള്ള പ്രതിരോധം തീർക്കുക എന്നുള്ളതാണ് കൊച്ചിയിലെ ഈ കായിക പ്രേമികളായിട്ടുള്ള ആളുകളുടെ ഉത്തരവാദിത്വം. അതിന് മുന്നിൽ കോൺഗ്രസ് ഉണ്ടായി. നന്ദി ശ്രീ മുഹമ്മദ് ഷിയാസ് ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ സംശയങ്ങൾ തന്നെയാണ് ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ചും ഈ കരാർ സംബന്ധിച്ചുള്ള വ്യക്തത വേണമെന്നുള്ള ആവശ്യം സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് കൃത്യമായി ഉയരുന്നുണ്ട്. എന്താണ് ഈ സ്പോൺസറും അതുപോലെ തന്നെ GCDA-യും തമ്മിലുള്ള ഈ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട കരാർ? ഈ കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയം വിറ്റോ എന്നുള്ളൊരു സംശയം കൃത്യമായി ഉയർന്നു വരുന്നുണ്ട്. ഇതിൽ കൃത്യമായ മറുപടി GCDA-യുടെ ഭാഗത്തൊന്നും ഉണ്ടാകുന്നില്ല. ഒരു മത്സരത്തിന് വേണ്ടി മാത്രം കൊടുത്തു എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു മത്സരത്തിന് വേണ്ടി മാത്രം ഒരു സ്റ്റേഡിയം എങ്ങനെ കൊടുക്കുമെന്നുള്ളൊരു സംശയം നേരത്തെ മുഹമ്മദ് ഷിയാസും അതുപോലെ തന്നെ ഹൈബി ഈഡനും MP-യും അടക്കമുള്ളവർ ഉന്നയിച്ചത് വളരെ പ്രസക്തമായ ചോദ്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ കൊടുത്തുവെങ്കിൽ പിന്നീട് എന്തൊക്കെയായിരിക്കും ഈ മത്സരത്തിന് ശേഷം എന്തൊക്കെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഈ സ്പോൺസർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളൊരു സംശയം വളരെ വ്യാപകമായി വരുന്നുണ്ട്. ഇപ്പോൾ സ്പോർട്സ് ലേഖകൻ ശ്രീ കമാൽ വരദൂർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കമാൽ വരദൂർ, കലൂർ സ്റ്റേഡിയം വിറ്റോ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമായി ഉയരുകയാണ്. പ്രത്യേകിച്ചും അവിടെ കഴിഞ്ഞ ഈ മെസ്സി വരുന്നു എന്ന പേരിൽ 2 വിൻഡോ ഒക്കെ പറഞ്ഞ് ഇങ്ങനെ കാര്യങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ഇപ്പോഴും പോകുന്നുണ്ട്. എന്തായാലും മാർച്ച് ഇല്ല, നവംബറിലില്ല, മാർച്ചിലും വരാനുള്ള സാധ്യതയില്ല എന്ന് താങ്കൾ അടക്കമുള്ളവർ വിലയിരുത്തി കഴിഞ്ഞല്ലോ. എന്നിട്ടിപ്പോൾ പണി പാതി വഴിയിലിട്ട് പോയ ഒരു സാഹചര്യമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ജനങ്ങളാകെ അവിടെ ബുദ്ധിമുട്ടിലുമാണ്. പക്ഷേ ഇപ്പോൾ ഈ കരാറുമായി ബന്ധപ്പെട്ട് വലിയ അനിശ്ചിതത്വം അല്ലെങ്കിൽ സംശയങ്ങൾ നിലനിൽക്കുകയാണല്ലോ. GCDA ചെയർമാൻ പറയുന്നു അത് ഒരു മത്സരത്തിന് വേണ്ടി മാത്രമാണെന്ന്. സ്പോൺസർ വ്യക്തമാക്കുന്നത് അല്ലെങ്കിൽ ഈ മത്സരം കഴിഞ്ഞതിന് ശേഷം ഈ സ്റ്റേഡിയം സ്വന്തമാക്കി മറിച്ച് വിറ്റ് പണം ഉണ്ടാക്കാനുള്ള ഒരു ആലോചന ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ എന്താണ് ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഈ കായിക ഒരു സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്? താങ്കൾ അവസാനം പറഞ്ഞത് തന്നെയാണ് വളരെ പ്രസക്തമായ ചോദ്യം. എന്താണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് GCDA, ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ കീഴിലുള്ള ഒരു സ്റ്റേഡിയം. ഞാനും ജോയും ഉൾപ്പെടെ നമ്മൾ എത്രയോ സ്പോർട്സ് റിപ്പോർട്ടേഴ്സ്, ഇന്ത്യയുടെ ക്രിക്കറ്റ് മാച്ചസ് ആണെങ്കിൽ ഫുട്ബോൾ മാച്ചസ് ആണെങ്കിൽ എത്രയോ മാച്ചസ് റിപ്പോർട്ട് ചെയ്ത ഒരു വേദിയാണത്. ആ വേദിയുടെ ഉടമസ്ഥാവകാശം 100% GCDA-യുടെ കൈവശം ഇരിക്കുമ്പോഴാണ് ഒരു സ്വകാര്യ വ്യക്തി 70 കോടി ഞാൻ മുടക്കുന്നു, അദ്ദേഹം തന്നെ പറയുന്നു 70 കോടി മുടക്കിയോ എന്നറിയില്ല, 70 കോടി ഞാൻ മുടക്കുന്നു, ഞാൻ ആ സ്റ്റേഡിയം ഫിഫ നിലവാരത്തിലേക്ക് കൊണ്ടുവരും എന്നിട്ട് പറയുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ ഫിഫ നിലവാരമുള്ള ആദ്യ സ്റ്റേഡിയമായിട്ട് അത് മാറും എന്നൊക്കെ അദ്ദേഹം പറയുകയാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസമേ അത്ഭുതം പ്രകടിപ്പിച്ച ഒരു കാര്യം എങ്ങനെയാണ്, കാരണം നമ്മൾ സാധാരണഗതിയിൽ പ്രൈവറ്റ് വ്യക്തികൾക്ക് മത്സര നടത്തിപ്പിനായിട്ട് 1-2 മാസക്കാലത്തേക്കോ അല്ലെങ്കിൽ ഒരു ലീസ് പീരീഡിനൊക്കെ കൊടുക്കാറുണ്ട് സ്റ്റേഡിയങ്ങൾ. പക്ഷെ ഇത് എങ്ങനെ ഇദ്ദേഹത്തിന് കൊടുത്തു എന്നുള്ളത് വലിയ ഒരു ചോദ്യമാണ്. അതിന് GCDA ചെയർമാൻ പറഞ്ഞിട്ട് താൽക്കാലികമായിട്ട് ഈ മെസ്സി വരുന്നു എന്ന് പറഞ്ഞ മത്സരത്തിന് വേണ്ടി മാത്രമാണ് കൊടുത്തത് എന്ന് പറഞ്ഞു. പക്ഷേ ഈ സ്പോൺസർ എന്ന് പറയും, ഞാൻ ആ വ്യക്തിയുടെ പേര് പോലും പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഈ വ്യക്തി പറയുന്ന ഒരു കാര്യം, അദ്ദേഹം ഇത് സ്വന്തമാക്കി ഞാൻ നിശ്ചയിക്കും, ഞാൻ തീരുമാനിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയെ, ഒരു സാക്ഷര സമൂഹത്തെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കുറേ ചോദ്യങ്ങൾ ഉന്നയിച്ചു. അതേപോലെ ജിൻഡോ ജോണിന്റെ ഒരു FB പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു, അതിൽ കുറെ ചോദ്യങ്ങളുണ്ട്. ഹൈബി ഈഡൻ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് കായിക മന്ത്രി മറുപടി പറയണം, GCDA മറുപടി പറയണം. അല്ലാതെ ഇത്തരത്തിൽ ഇത് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ കേരളം തന്നെ പോവും എന്നുള്ള അവസ്ഥയിലാണ്.
ശ്രീ കമാൽ വരദൂർ, ഇവിടെ ഇപ്പോഴേ ഈ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് ഈ പകുതി വഴിയിലിട്ട് പോയതോടുകൂടി അവിടെയുള്ള നാട്ടുകാരും ബുദ്ധിമുട്ടിലാണ്. അതായത് ഈ പ്രഭാത അങ്ങനെയുള്ളവർ കുറേ പേരുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ISL അടക്കമുള്ള മത്സരങ്ങൾ നടക്കാനുള്ളൊരു സാധ്യതയൊക്കെ ഇപ്പോൾ തെളിഞ്ഞു വരികയാണല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ ഒരു മത്സരം എത്താനുള്ള ഒരു സാധ്യത കൂടി ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണോ? അതായത് ജോയ്, ഞാനിപ്പോൾ അതിന്റെ വീഡിയോസ് കണ്ടു. ഇപ്പോൾ നിലവിൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ അവസ്ഥയും പരിസരങ്ങളുടെ അവസ്ഥയും കണ്ടു. ഏറ്റവും അതായത് എറണാകുളം എന്ന് പറയുന്ന നമ്മുടെ ബിസിനസ് ആസ്ഥാനത്തിന്റെ വളരെ മനോഹരമായ ഒരു ഭാഗം എൻറ്റയർലി നാശകോശമാക്കി മാറ്റിയിരിക്കുകയാണ്. അവിടെ കുളം പോലെയായിട്ടുണ്ട് കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത്തരം ഒരു അവസ്ഥ ആര് ഉണ്ടാക്കി എന്നുള്ളതാണ്. കാരണം ഇതിന് അനുമതി ആര് കൊടുത്തു ജോയ്? ചോദ്യം വളരെ പ്രസക്തമല്ല. നമ്മൾ ജനാധിപത്യ വ്യവസ്ഥയിൽ ചോദിക്കേണ്ട ഒരു ചോദ്യം മാത്രമല്ല, വളരെ കൃത്യമായിട്ട് നമ്മുടെ സർക്കാർ അതിന് മറുപടിയും നൽകണം. കാരണം ഇതാരാണ് ഇദ്ദേഹത്തിന് കൊടുത്തത്, ആരാണ് ഇങ്ങനെയൊക്കെ? അദ്ദേഹം പറഞ്ഞു, ഒരു വേള അദ്ദേഹം പറഞ്ഞു 2000 പേരാണ് ഓരോ ദിവസവുമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2000 പേര്. അതായത് അദ്ദേഹം ഒരു ഘട്ടത്തിൽ അവകാശപ്പെട്ട ഒരു കാര്യം വളരെ പെട്ടെന്ന്, ഇപ്പൊ നവംബർ 17 വിറ്റോ, അദ്ദേഹത്തിന് വിറ്റോ എന്ന പദമാണത്. അപ്പൊ ആ സമയത്തേക്ക് ഇത് ഏറ്റവും മനോഹരമായി മാറും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞതാണല്ലോ. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ അത് പണി, ഇപ്പം കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു പണി ഞങ്ങൾ തുടരും, എന്തായാലും തുടരും, പണി നിർത്തില്ല, ഇതിനെ വലിയ മനോഹരമായ സ്റ്റേഡിയമാക്കി മാറ്റും എന്നതൊക്കെ അദ്ദേഹം പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കളിമുറ്റമാണ്. കേരളത്തിൽ വളരെ കളിമുറ്റങ്ങൾ കുറവാണ്, പക്ഷെ ഉള്ള കളിമുറ്റങ്ങളിൽ അല്പം കൂടി നിലവാരമുള്ളത്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ധാരാളം മത്സരങ്ങളൊക്കെ നടന്ന ഒരു വേദിയാണ്. ഫിഫ Under-17 വേൾഡ് കപ്പ് വെന്യൂ ആയ ഒരു വേദിയാണത്. ആ വേദിയാണ് ഇപ്പോഴാർക്കും ഇല്ലാത്ത തരത്തിൽ വളരെ, അതായത് ഇതിന് ശരിക്കും നമ്മുടെ കായികമന്ത്രി എല്ലാ കാര്യത്തിലും ഈ സ്പോൺസറെ പിന്തുണക്കുന്ന ഒരാളാണ്. അദ്ദേഹം മറുപടി പറയണ്ടേ? അതേപോലെ എറണാകുളത്തെ ജനപ്രതിനിധികൾ മറുപടി പറയണ്ടേ? ഈ GCDA മറുപടി പറയണ്ടേ? അപ്പം അവര് ശക്തമായിട്ട് ഈ കാര്യത്തിൽ മറുപടി പറഞ്ഞ് ഈ സ്റ്റേഡിയം, അതായത് എനിക്ക് തോന്നുന്നു ആ രേഖ പോലും കാണിക്കണം. കാരണം എന്ത് രേഖ പ്രകാരമാണ് ഇദ്ദേഹത്തിന് ഇത് കൊടുത്തിരിക്കുന്നത്? അതായത് ഇപ്പൊ നവീകരണം എന്ന് പറയുന്ന കാര്യത്തിന് വേണ്ടി എത്ര ദിവസത്തെ കാലാവധിക്ക് എങ്ങനെ കൊടുത്തു എന്നുള്ള വ്യവസ്ഥ പോലും ഉണ്ടാവണ്ടേ? സാധാരണ നമ്മൾ നോർമലി പറയുന്നത് ഒരു വ്യവസ്ഥ, ഒരു എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇതിലെ കൊടുക്കാറ്. അതുപോലും ഒന്നുമില്ലെങ്കിൽ നമ്മുടെ GCDA ചെയർമാൻ GCDA പുറത്തു വിടണം എന്നുള്ളതാണ്. ശരി, നന്ദി ശ്രീ കമാൽ വരദൂർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയതിന്. ഇപ്പോൾ പ്രമുഖ പരിശീലകനും മുൻ സന്തോഷ് ട്രോഫി താരവുമായ ശ്രീ എബിൻ റോസ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ എബിൻ റോസ്, നമ്മുടെ കേരളത്തിലെ സ്റ്റേഡിയങ്ങളുടെ കാര്യം നമുക്കറിയാവുന്നതാണ്. പ്രത്യേകിച്ചും താങ്കളൊക്കെ പലപ്പോഴും ആവശ്യപ്പെടുന്നതാണ് ഈ ഫുട്ബോളുമായി ബന്ധപ്പെട്ട കൂടുതൽ മൈതാനങ്ങൾ വേണം, കളിക്കാനുള്ള സൗകര്യം വേണം എന്നൊക്കെ. നമുക്ക് ഒരു മൈതാനം കൊച്ചിയിലുണ്ട്. ഫുട്ബോളിന് വേണ്ടി മാത്രമായി ഇപ്പോൾ അത് പരിപാലിച്ചു പോകുന്നൊരു സാഹചര്യം തന്നെയാണ് നമുക്കറിയാവുന്നത്. മുമ്പ് ക്രിക്കറ്റ് മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് പൂർണ്ണമായി അവിടെ നിന്ന് മാറി ഇപ്പോൾ ഒരു ഫുട്ബോൾ ടർഫ്, മികച്ച തരത്തിലുള്ള ഒരു ഫുട്ബോൾ ടർഫ് തന്നെയാണ്, ഫിഫയുടെ നിലവാരമുള്ള ഒരു ഫുട്ബോൾ ടർഫ് തന്നെയാണ് കൊച്ചി സ്റ്റേഡിയത്തിലുള്ളത്. ഇപ്പോൾ ആ സ്റ്റേഡിയത്തിലേക്ക് ഒരു മത്സരം വരാൻ പോലുമുള്ളൊരു സാഹചര്യം ഇല്ലാതാക്കി മാറ്റിയിരിക്കുന്നു. കാരണം ഈ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് നവീകരണങ്ങൾ നടത്തി പാതി വഴിയിലെത്തി നിൽക്കുന്ന സാഹചര്യം. മെസ്സി വരുമെന്ന പേരിൽ നടത്തിയ കോലാഹലങ്ങളാണിതെല്ലാം. ഇപ്പോൾ എന്തായാലും മെസ്സി വരാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ ആ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ദുരൂഹതകൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. സ്റ്റേഡിയം വിറ്റോ എന്നുള്ള സംശയം പോലും നിലനിൽക്കുന്നു. ശ്രീ എബിൻ റോസ്, എനിക്ക് മനസ്സിലാവാത്ത, മെസ്സിയെ കൊണ്ടുവരുന്നതിനുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേഡിയം നവീകരണമാണോ ഇദ്ദേഹത്തിന്റെ ഈ പറയുന്ന ആൻഡ് ഓഗസ്റ്റിന് അദ്ദേഹത്തിന്റെ ജോലി? എനിക്കറിയില്ല. അദ്ദേഹത്തിനുമായിട്ട് ബന്ധപ്പെട്ട് പല റിപ്പോർട്ടർ ചാനലിന്റെ ഉടമയാണ്, പിന്നെ മരം മുറി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചാണ് ഇദ്ദേഹത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷെ പെട്ടെന്ന് സ്റ്റേഡിയം നിർമ്മിക്കുക അല്ലെങ്കിൽ സ്റ്റേഡിയം സ്വന്തമാക്കുമെന്നുള്ള ഒരു ആർജവം അദ്ദേഹത്തിന് എവിടെ നിന്നാണ് കിട്ടിയത്? അല്ലെങ്കിൽ ഗവൺമെന്റ് എന്ത് കാരണം കൊണ്ടാണ് ഇദ്ദേഹത്തിന് ആ സ്റ്റേഡിയം നൽകി? ഇദ്ദേഹത്തിന്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് എന്താണ്? അല്ലെങ്കിൽ ഇയാൾക്ക് കായിക മേഖലയുമായിട്ടുള്ള ബന്ധം എന്താണ്? ഇതൊക്കെ ശരിക്കും ദുരൂഹം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ വരുന്ന ഫണ്ടുകൾ കൺവേർട്ട് ചെയ്യാനോ, അല്ലെങ്കിൽ ഇപ്പൊ ഈ സ്റ്റേഡിയം ഈ മെസ്സി വരില്ല എന്ന് ആദ്യം മുതലേ തർപ്പിച്ച് പറഞ്ഞ ഒരാളാണ് ഞാൻ പല ചർച്ചകളിലും. അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രധാന കാരണം പറഞ്ഞാൽ സ്റ്റേഡിയത്തിന്റെ പോരായ്മ തന്നെയാണ്. അപ്പൊ ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ സെക്രട്ടറി വരെ ഡയറക്റ്റ് വന്ന് കണ്ടുകൊണ്ട് ഇവിടുത്തെ പോരായ്മകളെ കുറിച്ച് പറയുകയും ബ്ലാസ്റ്റേഴ്സിന്റെ കാണികളുടെ എണ്ണം വരെ വെട്ടിച്ചുരുക്കിക്കൊണ്ട് കളി നടത്താൻ അനുമതി നൽകി. അത് ഫുട്ബോളിന് കേരളത്തിനോടുള്ള ആവേശം കൊണ്ട് മാത്രം. അല്ലെങ്കിൽ ഒരിക്കലും ഇന്റർനാഷണൽ മാച്ച് കളിക്കാൻ പാകമല്ലാത്ത കലൂർ സ്റ്റേഡിയത്തിന് അത് കേരളത്തിന്റെ കാണികൾക്ക് തന്ന ഒരു അംഗീകാരമാണ്, നമ്പർ കുറച്ചിട്ടാണ്. പക്ഷേ ആ സ്റ്റേഡിയം നവീകരണത്തിന്റെ പേരിൽ ഇദ്ദേഹത്തിന് എന്താണ് അതിന്റെ താല്പര്യം? അല്ലെങ്കിൽ ഗവൺമെന്റ് ഇദ്ദേഹത്തിനെ ഏൽപ്പിക്കാൻ എന്തെങ്കിലും ടെൻഡർ വിളിച്ചോ, അല്ലെങ്കിൽ ബിഡ് കൊടുത്തോ, അല്ലെങ്കിൽ എന്താണ് ഇദ്ദേഹത്തിന്റെ റോൾ എന്നാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. എബിൻ റോസ്, ഇവിടെ ഇപ്പോൾ വളരെ രസകരമായ ചില കാര്യങ്ങൾ പുറത്തു വരുന്നത്, ഈ സ്റ്റേഡിയം നവീകരണത്തിന്റെ പേരിൽ മറ്റൊരു വ്യവസായി പോലും പറ്റിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്.
അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. ഒരു വ്യവസായിയിൽ നിന്ന് ഇതിനു വേണ്ടി കൂടുതൽ പണം വാങ്ങി ആ വ്യവസായി ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മുന്നോട്ട് പോകുന്നു എന്നൊക്കെയാണ് വരുന്നത്. ഇവിടെ ഈ സ്റ്റേഡിയം ഇപ്പോൾ നവീകരിച്ച് ഈ മത്സരത്തിന് ശേഷം അത് സ്വന്തമാക്കി മറിച്ച് വാടകയ്ക്ക് കൊടുക്കാമെന്നൊക്കെ ഉള്ളൊരു ധാരണ ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഒരു ഫുട്ബോൾ പരിശീലകനും ഒരു ഫുട്ബോൾ മുൻകാല താരവും എന്നൊക്കെ നിലയിൽ ഇങ്ങനെയുള്ള നീക്കങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? ഇവിടെ GCDA എന്ന ആ ഒരു അതോറിറ്റി ചെയ്തിരിക്കുന്ന കാര്യങ്ങളും വളരെ ദുരൂഹം തന്നെയല്ലേ? തീർച്ചയായിട്ടും സാർ, നമ്മൾ സ്റ്റേഡിയത്തിലെ ഓണം ആരാണ്? ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ നികുതി പണമാണ്. നികുതി പണം ഉപയോഗിച്ച് ജനങ്ങളുടെ നന്മയ്ക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ച് ഭാവിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു യുവതലമുറ അല്ലെങ്കിൽ പുതിയ കായിക നയങ്ങളുടെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണല്ലോ ഈ സ്റ്റേഡിയം. ആ സ്റ്റേഡിയം എങ്ങനെയാണ് ഒരു സ്വകാര്യ വ്യക്തിക്ക് പോകുന്നത് അല്ലെങ്കിൽ അത് ശരിക്കും ദുരൂഹം തന്നെയല്ലേ? അത്ഭുതം തോന്നുന്നു. കാരണം നമ്മളെ അഡ്മിനിസ്ട്രേറ്റീവ് മേഖലയിൽ വർക്കുന്നത് നേരത്തെ പറഞ്ഞത് ഫുട്ബോളിന്റെ ആ ഒരു ഫിഫയുടെ പുതിയ നിയമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് ചാനലിൽ വന്നത്. പക്ഷെ അദ്ദേഹം ഇത് പറയുന്നതിന് മുമ്പ് തന്നെ സാധാരണക്കാരായ വളരെ നമ്മൾ ഈ ചാനലുകളിലും പല ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഫിഫയുടെ റൂൾസ് ഉണ്ട് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അതുകൊണ്ട് ഇദ്ദേഹം പറയുന്ന വാക്ക് വിശ്വസിക്കാൻ കഴിയില്ല നമ്മൾ പറഞ്ഞതാണ്. ഇത്ര പറഞ്ഞിട്ട് മനസ്സിലാകാത്തവരാണോ ഇപ്പൊ പുതിയ ഈ സ്റ്റേഡിയം എങ്ങനെയാണ്? നമുക്കൊരു ടെൻഡർ വിളിക്കുക അല്ലെങ്കിൽ അറിയാലോ ഇതിനൊക്കെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസും നടപടിക്രമങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്ഭുതം തോന്നുന്നു. അപ്പൊ ഇത് ആരാണ് ഇന്ന് ഇതിന് നിയന്ത്രിക്കുന്നത്? ഈ കായിക മേഖല ആരാണ് നിയന്ത്രിക്കുന്നത് എന്നാണ് നമ്മൾ ചോദിച്ചു പോകുന്നത്. ശരി, നന്ദി ശ്രീ എബിൻ റോസ്. എന്തായാലും വളരെ ദുരൂഹത നിലനിൽക്കുന്നു. ഇപ്പോൾ ഹൈബി ഈഡൻ MP ഉയർത്തിയ ആ വാദങ്ങൾ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, അതിന് കൃത്യമായ മറുപടി GCDA അടക്കം അല്ലെങ്കിൽ സർക്കാർ നൽകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇല്ലെങ്കിൽ ഈ ദുരൂഹത മാറില്ല. കാരണം വളരെ സംശയാസ്പദമായ കാര്യങ്ങൾ അവിടെ നടന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മേഘ. ശരി, വിശദാംശങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്നും ജോയ് നായറാണ്.